നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഇന്ന് തുടങ്ങും മുമ്പ് ഒരു പ്രത്യേക കാര്യം. സംവിധായകൻ കമലിനെതിരെ BJP ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പ്രസംഗം മുൻനിർത്തി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയത് പ്രേക്ഷകർ ഓർക്കുമല്ലോ. ആ നിലപാട് തുടരുമ്പോൾ തന്നെ കേരളത്തിന് അവഗണിക്കാനാവാത്ത ഒരു സർഗാത്മക ഒറ്റയാൻ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കാനുമാവില്ല. സാമൂഹിക പ്രശ്നങ്ങളോട്, അപകടകരമായ പ്രവണതകളോട് കലാകാരന്മാർക്ക് മഹാമൗനം കൊണ്ട് കണ്ണടയ്ക്കാനാകുമോ? വ്യക്തികൾക്കപ്പുറം കലാകാരന്മാരെ കൊണ്ട് സമൂഹത്തിനും സാംസ്കാരിക കേരളത്തിനും എന്തു പ്രയോജനം എന്ന ചോദ്യവും അന്വേഷണവുമാണ് പ്രൈം ഡിബേറ്റ് ഇന്ന് നടത്തുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സൈനികന്റെ വീഡിയോയിൽ പ്രധാനമന്ത്രി ഇടപെടുന്നു. ആഭ്യന്തര മന്ത്രാലയത്തോട് റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. അർദ്ധസൈനികരുടെ ദുരിതങ്ങൾ വിവരിക്കുന്ന CRPF ജവാന്റെ വീഡിയോയും തരംഗം. പാക് പിടിയിലായ ഇന്ത്യൻ സൈനികൻ ചന്തു ചവാനെ വിട്ടയക്കും. എന്റെ നാട് എന്നിട്ടും എന്നോട് ചോദിക്കുന്നു നീ ആര്? മഹാമൗനങ്ങൾക്ക് നടുവിൽ സർഗാത്മക പ്രതിരോധത്തിന് പുത്തൻ മാനം. സാംസ്കാരിക കേരളത്തിന്റെ കണ്ണു തുറപ്പിച്ച അലൻസിയറുടെ ഒറ്റയാൻ പ്രതിഷേധത്തിന് വൻ സ്വീകാര്യത. തലയറുത്താലും നാവടക്കില്ലെന്ന് അലൻസിയർ ന്യൂസ് 18നോട്. പാമ്പാടി നെഹ്റു കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ അടക്കം 3 പേർക്ക് സസ്പെൻഷൻ. സ്വാശ്രയ കോളേജുകൾക്കെതിരെ നിലപാട് ഘടിപ്പിച്ച സർക്കാരും സർവകലാശാലകളും. അഫിലിയേഷൻ പുതുക്കൽ കർശന പരിശോധനകൾക്ക് ശേഷം കോളേജുകളുടെ പീഡനം തടയാൻ കർശന നടപടിയെന്ന് മന്ത്രി C രവീന്ദ്രനാഥ്. മറ്റക്കര എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് കടുത്ത പീഡനമെന്ന് രക്ഷിതാക്കൾ. ആരോപണം നിഷേധിച്ച് അധികൃതർ. ഹൈക്കമാൻഡ് നീക്കത്തിൽ മയപ്പെട്ട ഉമ്മൻചാണ്ടി. സംഘടനാ വിഷയത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാർ. ഉപാധികളില്ലെന്നും പ്രതികരണം. മുകുൾ വാസ്നിക്കും ഉമ്മൻചാണ്ടിയും ഫോണിൽ സംസാരിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഡൽഹി ചർച്ചയ്ക്ക് ശേഷമെന്ന് ഉമ്മൻചാണ്ടി. മോശം പെരുമാറ്റത്തിന് സഞ്ജു സാംസണിന് KCAയുടെ താക്കീത്. ഇനി മുതൽ കർശന നിരീക്ഷണത്തിൽ. കടുത്ത നടപടിയില്ലാത്തത് സഞ്ജുവിന്റെ ഭാവിയെ ഓർത്തെന്നും KCA. അച്ഛൻ സാംസണിന് ആജീവനാന്ത നിയന്ത്രണം. ഫാസിസ്റ്റ് ആക്രമണങ്ങളും വർഗീയ ഭീഷണിയും ഏറുമ്പോൾ കലാകാരന്മാരെ കൊണ്ട് നാടിന് എന്തു പ്രയോജനം? മഹാമൗനങ്ങൾക്ക് നടുവിൽ സർഗാത്മക പ്രതിരോധത്തിന് പുത്തൻ മാനം തീർത്തിരിക്കുകയാണ് ചലച്ചിത്ര നടൻ അലൻസിയറുടെ ഒറ്റയാൻ പ്രതിഷേധം. വലിയ സ്വീകാര്യത നേടിയ ഒറ്റയാൻ കലാപ്രകടനം ചെന്നുകൊള്ളുന്നത് കലാ സാംസ്കാരിക വ്യക്തിത്വങ്ങളിലേക്ക് തന്നെയാണ്. തലയറുത്താലും നാവടക്കില്ലെന്ന് ഒരു കലാകാരൻ തുറന്നു പറയുമ്പോൾ നിശബ്ദത അലങ്കാരമാക്കിയവർ തിരിച്ചറിയുന്നുണ്ടോ? കലാകാരന്മാരെ കൊണ്ട് സമൂഹത്തിന് എന്താണ് പ്രയോജനം? കലയ്ക്കു വേണ്ടി മാത്രമോ? കലാകാരൻ കോടികൾ കൊയ്യാനുള്ള ഉപകരണം മാത്രമാണോ? സർഗാത്മക പ്രതിരോധം നഷ്ടപ്പെടുത്തിയത് ഒത്തുതീർപ്പുകളാണോ? ഈ ചോദ്യങ്ങളാണ് പ്രൈം ഡിബേറ്റ് ഉന്നയിക്കുന്നത്, ഉത്തരം തേടാൻ ശ്രമിക്കുന്നത്. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ സിവിക് ചന്ദ്രൻ ചേരുന്നു, സംവിധായകൻ ഡോക്ടർ ബിജു, ഒപ്പം തന്നെ അഭിനേത്രി ശ്രീമതി പാർവതി എന്നിവരാണ് നേരിട്ട് ഈ ചർച്ചയിൽ പങ്കുചേരുന്നത്. ആദ്യം ഡോക്ടർ ബിജു, ഇക്കാര്യത്തിൽ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ന് വലിയ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ആഷിഖ് അബുവിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് അലൻസിയറുടെ ഈ പ്രതിഷേധത്തെ തുടർന്ന്. അതിനപ്പുറത്തേക്കുള്ള വലിയ പ്രതികരണങ്ങൾ കലാലോകത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയാൻ സർഗാത്മക പ്രതിരോധങ്ങൾ സാധ്യമാണ് എന്നൊരു കലാകാരൻ ബോധ്യപ്പെടുത്തുമ്പോൾ പ്രശ്നങ്ങളോട് കലാകാരന്മാർക്ക് വിട്ടുനിൽക്കാനാവില്ല എന്ന നല്ല ബോധ്യമാണോ അലൻസിയറിൻ്റെ ഈ പ്രകടനം താങ്കൾക്ക് നൽകിയത്? സത്യത്തിൽ ഇതൊരു പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല. കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, സിനിമയിലെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിലൊക്കെ
പ്രതികരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ട പ്രധാന കലാകാരന്മാരെന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അവരെ ഞാനെപ്പോഴും ഒരു സിനിമ ഉപജീവനമായി കരുതുന്ന, അഭിനയം ഒരു ഉപജീവനമായി കരുതുന്ന ആളുകൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ മൗനം ആണ് ആയുധമാക്കുന്നത്. ഒട്ടും പ്രതികരിക്കാറ് നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരു 10-25 വർഷത്തെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പലരും അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ അല്ലാതെയുള്ള ആളുകളാണ്, ഇപ്പോൾ ആഷിഖിനെ പോലെയുള്ള ആളുകളെ, അങ്ങനെയൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ വളരെ പരസ്യമായിട്ട് പ്രതികരിക്കാറുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് അലൻസീറേറ്റിനെ പോലെയുള്ള ഒരാൾ അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മുഖ്യധാരാ സിനിമയിലെ ഒരു പരിവേഷം കൂടി അതിന് ഉപകാരപ്പെടുന്നു. അത്തരത്തിലത് സ്വീകാര്യമാവുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. കാര്യം കലാകാരന്മാർക്ക് സാമൂഹ്യ പ്രശ്നങ്ങളോട് ഒരിക്കലും പുറംതിരിഞ്ഞ് നിൽക്കാൻ പറ്റുന്നതല്ല. അതങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കലാകാരനല്ലാത്തതുകൊണ്ട് മാത്രമാണ്, ആ കലയെ ഒരു തൊഴിലായി മാത്രം കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അലൻസിയറുടെ ഈ ഒരു പ്രതിഷേധം വളരെ വലിയൊരു ചർച്ചയ്ക്ക് വഴിയിടേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു വലിയ കഴിഞ്ഞൊരു 10-20 വർഷത്തെ മലയാളത്തിലെ സിനിമ എന്ന കലാരൂപത്തിലെ കള്ളനാണയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ബിജുവിലേക്ക് മടങ്ങി വരാം. ശ്രീ സിവിക് ചന്ദ്രൻ, ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധത്തിൻ്റെ തലം ഒന്നുകിൽ ഫേസ്ബുക്കാണ്, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് തങ്ങളുടെ നിലപാടുകളുടെ പ്രചരണം നടത്തലാണ്. അതിനുമപ്പുറം ട്വിറ്ററാണ്. ലേഖനങ്ങളുടെയും നിലപാടുകൾ തുറന്നു പറയുന്നതിൻ്റെയും അപ്പുറത്തേക്ക് ഈ തലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഒരു കലാകാരൻ തൻ്റെ ദൃശ്യപരമായ, തൻ്റെ അഭിനയപരമായ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അഭിനേതാവ് തെരുവിലേക്കിറങ്ങി തെരുവ് നാടകത്തിൻ്റെയും ഏകാംഗ നാടകത്തിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് തൻ്റെ നിലനിൽക്കുന്ന പ്രതലത്തിൻ്റെ ശീതളിമ മാറ്റിവെച്ച് ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുക എന്ന് പറയുന്നത് സർഗാത്മക പ്രതിരോധം നഷ്ടമാകുന്ന ഒരു നാട്ടിൽ അത്തരം ഒരു മനോഹരമായ രാഷ്ട്രീയ കാഴ്ചയുടെ ഒരു മടങ്ങിവരവിൻ്റെ എന്തെങ്കിലും ഒരു സൂചന പങ്കുവെക്കലായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ സിവിക് ചന്ദ്രൻ? ഈ സർഗാത്മകമായി പ്രതിരോധമില്ലാത്തൊരു മേഖലയാണ് എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഫാസിസത്തിനെതിരായ ആദ്യ പ്രതികരണം ഉണ്ടായത് അവാർഡ് വാപ്പസിയിലൂടെ ഇന്ത്യയിലെ എഴുത്തുകാരും കലാകാരന്മാരുമാണല്ലോ. പിന്നീട് കേരളത്തിലെ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും, പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളോ പാർട്ടികളോ ബുദ്ധിജീവികളോ ഒന്നും രംഗത്ത് വരാത്ത ഒരു സമയത്താണല്ലോ തങ്ങളുടെ അവാർഡുകൾ തിരിച്ച് നൽകിക്കൊണ്ട് എഴുത്തുകാരും കലാകാരന്മാരും കൈ ഉയർത്തി ഫാസിസത്തോട് നോ എന്ന് പറഞ്ഞത്. ഈ കലാകാരൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് തങ്ങളുടെ മാധ്യമത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ആവാം, രണ്ടും ആവാം. ഇപ്പോൾ കാസർഗോഡ് ഇന്നലെ നടന്ന ഒറ്റയാൾ പ്രകടനം നിശ്ചയമായും ഹായ് എന്ന് പറഞ്ഞ് ആ കലാകാരനെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ പ്രതികരണത്തിൻ്റെ ഏക വഴിയല്ല ഇത്. ഇപ്പോൾ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ബിജു തന്നെ എൻഡോസൾഫാൻ പ്രശ്നത്തിൽ കാസർഗോഡ് എൻഡോസൾഫാൻ പ്രശ്നത്തിൽ ഇടപെട്ടത് അവിടെയുള്ള ഉപ്പുമരത്തിന് കീഴിലുള്ള എന്തെങ്കിലും പ്രകടനത്തിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചോ അല്ലല്ലോ, ഒരു സിനിമ നിർമ്മിച്ചിട്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായും ഒരു കലാകാരന് സ്വന്തം മാധ്യമത്തിലൂടെ സ്വന്തം പ്രതികരണം അറിയിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതുമാത്രം പോരാ എന്നും അതിന് കാത്തു നിൽക്കേണ്ടതില്ല എന്നും കരുതി ഒരാൾക്ക് മാധ്യമത്തിന് പുറത്തും ഈ മാധ്യമത്തിലുള്ള തങ്ങളുടെ വിലാസം ഉപയോഗിച്ച് പ്രതികരണം നടത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള അനേക സാധ്യതകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്തുകൊണ്ട് സൂപ്പർ സ്റ്റാറുകൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതേപോലുള്ളൊരു സാഹചര്യത്തിൽ മമ്മൂട്ടി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മമ്മൂട്ടിയുടെ മൗനത്തിന് പോലും രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ട്. മോഹൻലാൽ പ്രതികരിക്കുന്നത് പോലെയല്ല മമ്മൂട്ടി പ്രതികരിക്കുന്നത്. മോഹൻലാൽ ഏതാണ്ട് ഈ കാര്യത്തിൽ ഏതാണ്ട് വലതുപക്ഷത്താണ് താനെന്ന് പല പ്രതികരണം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ അതേപോലെ താൻ ഇടതുപക്ഷത്താണ് എന്ന് പറയാൻ മമ്മൂട്ടിക്ക് കഴിയില്ല. ഇപ്പോൾ കമലൊക്കെ നേരിടുന്ന, ഇപ്പോൾ MT നേരിടുന്ന അതേ പ്രശ്നമല്ലോ കമൽ നേരിടുന്നത്. MTയോട് വളരെ സോഫ്റ്റ് ആകുമ്പോൾ കമലിനോട് വളരെ വയലൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? അതിനേക്കാൾ വയലൻ്റാണ് കമൽ സി ചവറയോടോ അല്ലെങ്കിൽ നദീറിനോടോ ഉള്ള ഭരണകൂടത്തിൻ്റെ പ്രതികരണം. അപ്പോൾ സ്വാഭാവികമായും ഭരണകൂടം പല തലത്തിൽ കലാകാരന്മാരെ, എഴുത്തുകാരെ നേരിടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പ്രതികരണവും പല ലെവലുകളിലാവും. ഇപ്പോൾ MTയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, ഇപ്പോൾ MT ചില കാര്യങ്ങളിൽ സംസാരിക്കുന്നില്ല.
ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. അത് കലാകാരൻ്റെ ഒരു അവകാശമാണ്. കലാകാരൻ ഒരുപക്ഷെ വളരെ തുറന്ന് സംസാരിക്കണമെന്നില്ല. ഒരുപക്ഷെ കലാകാരനുള്ളിലേക്ക് പോവുകയും തൻ്റെ അമർഷത്തെ അല്പം വൈകിയാണെങ്കിലും കഥയോ കവിതയായി വരികയും ചെയ്യുക. ഉദാഹരണമായിട്ട് IAS-കാരനായിരുന്ന NS മാധവനാണ് ഇന്ത്യയിലെ പല ചരിത്രഘട്ടങ്ങളെയും ഏറ്റവും ഭംഗിയായി, ബാബർ മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാവട്ടെ, സിഖ് വിരുദ്ധ കലാപത്തിൻ്റെ കാലത്താവട്ടെ, അല്ലെങ്കിൽ ഗുജറാത്ത് പാതകങ്ങളുടെ ശേഷം വളരെ മനോഹരമായി തന്നെ അത്തരം ഒരു സർഗാത്മക പ്രതിരോധത്തിന്റെ ചരിത്രത്തെയും നമ്മുടെ ഭൂതകാലത്തെയും ഓർമ്മിപ്പിച്ചു. അത് തന്നെയായിരുന്നു എൻ്റെയും ചോദ്യം. അതിൻ്റെ ഒരു വീണ്ടെടുപ്പിന്റെ മനോഹരമായ ഒരു രാഷ്ട്രീയ കാഴ്ച ഈ ഒറ്റയാൻ പ്രകടനത്തിനുണ്ടോ? തീർച്ചയായും കലയിലൂടെ തന്നെയാണ് ഡോക്ടർ ബിജുവിനെ പോലെയുള്ള സംവിധായകർ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രവും ആ നിലയ്ക്ക് തന്നെയാണ് ഓരോ പ്രശ്നത്തെയും എങ്ങനെയാണ് ആദിവാസികളെ മാവോയിസ്റ്റുകളാക്കി മാറ്റപ്പെടുന്നത്, അത്തരം ചിത്രീകരണങ്ങൾ ഉണ്ടാകുന്നതെന്ന പ്രമേയപരമായ ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം. ശ്രീമതി പാർവതിയിലേക്ക് വരുമ്പോൾ തന്നെ ടെലിഫോൺ ലൈനിൽ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സംവിധായകൻ ശ്രീ ആഷിഖ് അബു. ശ്രീ ആഷിഖ് അബു, മഹാമൗനങ്ങൾ എന്ന് പറയുന്നതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നന്നായി മനസ്സിലാവുന്ന ഇടപെടലുകൾ നടത്തുന്ന ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒരു വരി പോലും ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല. മറുഭാഗത്ത് അലൻസിയർ എന്ന താങ്കൾക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകനും സുഹൃത്തും ഒക്കെയായൊരു ചലച്ചിത്രകാരൻ, അഭിനേതാവ് എന്നത് പ്രത്യേകം എടുത്തു പറയുന്നു. ആ അഭിനേതാവായി തന്നെ തെരുവിലേക്കിറങ്ങി ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. അവിടെ കാണാൻ വരുന്ന കൂടി നിൽക്കുന്ന ജനതയുടെ രാഷ്ട്രീയം തനിക്ക് പ്രശ്നമല്ല. അതിൽ എതിർക്കുന്നവരുണ്ടാകാം, വിയോജിക്കുന്നവരുണ്ടാകാം, അവരിൽ നിന്ന് ഉണ്ടാകാവുന്ന പ്രതികരണം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ബോധ്യം അദ്ദേഹത്തിനുണ്ടാവും. അതിനെയൊക്കെ അവഗണിച്ച് ഭയം എന്ന ഒരു വികാരത്തെ പോലും മാറ്റിവെച്ച് ഒരു പ്രശ്നത്തെ രാഷ്ട്രീയമായി തന്നെ സമീപിക്കുക, ഒരു കലാകാരൻ്റെ ദൗത്യത്തെയാണോ അലൻസിയർ പ്രകടിപ്പിച്ചത് കാസർഗോട്ട്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതൊരു മോഡലായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ്. അതിനകത്ത് എല്ലാവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് അലൻസിയർ ഇത് എല്ലാ തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളോടും ഒരു നടൻ എന്നുള്ള നിലയ്ക്ക്, അത് സിനിമയിലല്ല അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത്, നാടക രംഗത്തായിരുന്നു. ആ സമയത്ത് തന്നെ സെക്രട്ടേറിയറ്റിന് ചുറ്റും ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്തുമൊക്കെ പുള്ളിയുടെ വക ഈ പറഞ്ഞ അത്യുഗ്രൻ പ്രൊട്ടസ്റ്റുകൾ ചെയ്തിരുന്ന ആളാണ്. ഞാൻ ഇന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സിനിമ തരുന്ന പോപ്പുലാരിറ്റി ഒരു കലാകാരൻ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ എഫക്റ്റ് ഗംഭീരമായി കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത്, ഞാൻ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളോടും ഞാൻ ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു കലാകാരനാണ്. ഇതിനു മുമ്പും പല അവസരങ്ങളിൽ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ അദ്ദേഹത്തിന് കൊടുത്തൊരു പോപ്പുലാരിറ്റി ഉണ്ട്. ആ സിനിമ നടൻ ചെയ്യുമ്പോൾ അതിന്റെ റീച്ചും അതിന്റെ വോളിയവും വലുതാണ്. അപ്പോൾ അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അത് കൃത്യമായി പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ചാനലിന്റെ സാറ്റലൈറ്റ് റൈറ്റിന് വേണ്ടിയല്ല അദ്ദേഹം ആ പ്രകടനം നടത്തി. ആഷിഖ് അബു പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഭവിഷ്യത്തുകൾ നാളെ അദ്ദേഹത്തിനും ഒരുപക്ഷെ വിസ തയ്യാറാക്കപ്പെട്ടേക്കാം, അതും കാണണമല്ലോ. അതെ, അത് അദ്ദേഹത്തെ തീരെ ഭയപ്പെടുത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഫിയർ, നേരത്തെ നിങ്ങൾ ഡിസ്കഷനിൽ കേട്ട പോലെ തന്നെ ഭയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ജനിച്ച നാടാണ്, നമ്മുടെ നാടാണ്, ഇവിടുന്ന് ആരും പോകേണ്ട ആവശ്യമില്ല. അതിനകത്ത് നമുക്കൊരു സംശയമില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇടയിൽ അല്പം കൂടി ഈ ചർച്ച പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ ആഷിഖ് അബുവിനെ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീമതി പാർവതി, ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ഇന്നലെയായിരുന്നു ഈ പ്രകടനം. നമ്മൾ ചർച്ച ചെയ്യുന്ന 24 മണിക്കൂർ പിന്നിട്ട ശേഷമാണ്. പക്ഷേ വലിയ പ്രതികരണങ്ങൾ കലാലോകത്ത് നിന്നും തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ്റെ വളരെ സജീവമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പക്ഷേ നാടിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ആശങ്കപ്പെടുന്ന ആയിരക്കണക്കിന് സാധാരണ പൗരന്മാർ അവർക്ക് മുൻപിലുള്ള മാധ്യമങ്ങളിലൂടെ, ഞങ്ങളുടെ ഫേസ്ബുക്കിലൂടെ അടക്കം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു നടൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറയുന്ന ഒരു വിവരം, അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ടൊവിനോയെ പോലുള്ള ഏതോ ഒരു യുവനടൻ മാത്രമാണ് പിന്തുണച്ചിരിക്കുന്നത്. അതിൽ മുതിർന്ന തലമുറയുമില്ല, ന്യൂ ജനറേഷനുമില്ല, എല്ലാവർക്കും തികഞ്ഞ മൗനം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അദ്ദേഹത്തെ ഏറ്റവും സ്വീകാരനാക്കിയ ഒരു സിനിമ മഹേഷിൻ്റെ പ്രതികാരത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിനെതിരായൊരു ഡയലോഗുണ്ട്, ആർട്ടിസ്റ്റ് ബേബി ഇത്ര ചീപ്പാകാൻ പാടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു നിലപാടിലൂടെ അദ്ദേഹമാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്ന് സാധാരണക്കാർ വിലയിരുത്തുന്ന വിധത്തിലേക്ക് ഒരു അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റുകയായിരുന്നു. വളരെ സന്തോഷമുണ്ട് ന്യൂസ് 8-ൻ്റെ നിലപാടുകൾ ഇത്രയും ശക്തമാവുകയും ഓരോ കാര്യത്തിലും ശരിയായ ദിശയിലൂടെ മാധ്യമപ്രവർത്തനത്തെ കൊണ്ടുവന്ന് ആദ്യം തന്നെ അതിന് ശ്ലാഘനീയമായ നിങ്ങളുടെ ഈ ശ്രമത്തെ അനുമോദിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അലൻസിയർ എന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഇദ്ദേഹം പെട്ടെന്നൊരു ദിവസം ഒരു യൂത്ത് ഫെസ്റ്റിവലിലൂടെ കണ്ടെത്തിയ ഒരു നടനല്ല.
അലൻസിയർ 5ാം ക്ലാസ് മുതൽ നാടകം ആരംഭിക്കുകയും കെ രഘു പോലെ തെരുവ് ഓരത്തിൽ നിന്നും നാടകം ചെയ്യുകയും വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ, അതുപോലെ CP കൃഷ്ണകുമാറിൻ്റെ കൂടെ ഭരതഗൃഹം എന്നൊരു നാടക സംഘം ഉണ്ടായിരുന്നു, ഒരു അമച്ചർ നാടക സംഘം. അവിടെയൊക്കെ നിന്നിട്ട് ശരിക്കും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ധൈര്യപൂർവ്വം നാടകം ചെയ്യാൻ ശീലിക്കുകയും അതിനുവേണ്ടി തഴക്കം വന്ന ഒരാളുമാണ്. അദ്ദേഹത്തിൻ്റെ ചില 1-2 പ്രത്യേക തരത്തിലുള്ള സമരമുറകൾ ഞാനൊന്ന് ഓർത്തുപോവുക. ഒന്ന്, പുത്തൻതോപ്പിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ തന്നെ ഒരു പ്രത്യേകതരം കൾച്ചറുള്ള സ്ഥലമാണ്. അവിടെ ഒരു പള്ളിക്ക് വളരെയധികം ആധിപത്യമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു കരിസ്മാറ്റിക് ഒരു ധ്യാനം നടക്കുന്നു. അപ്പോൾ അവിടെ ബിരിയാണി ചെമ്പും ഭക്ഷണവും ഒക്കെ ആയിട്ട് കെങ്കേവമായി നടക്കുന്ന ധ്യാനത്തിലേക്ക് നമ്മുടെ ആർട്ടിസ്റ്റ് ഭട്ടതിരിയെ ഭിക്ഷക്കാരൻ്റെ വേഷം കെട്ടിച്ച് അവിടെ കൊണ്ട് കയറ്റി വിടുകയും ഈ ഭിക്ഷക്കാരനെ കണ്ട് അറപ്പ് തോന്നി അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി ആ ധ്യാനം പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊളിക്കുകയല്ല, അത് മുഴുവൻ അലങ്കോലമായി. അതുപോലെ തന്നെയാണ് ഗുലാം അലിയെ പാകിസ്ഥാനിലേക്ക് വിടാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം NS നസീം എന്ന് പറഞ്ഞ കോഴിക്കോടുകാരനായ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഗുലാം അലി പാടും എന്ന് പറഞ്ഞ് ചുപ്കെ പാടിപ്പിച്ചത്. ഇങ്ങനെ ബാബറി മസ്ജിദിൻ്റെ സമയത്ത് 4 തവണയാണ് അദ്ദേഹം സെക്രട്ടറിന് മുമ്പിൽ ഓരിയിട്ട് കരഞ്ഞുകൊണ്ട് നെഞ്ച് പൊട്ടുന്ന തരത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഓടിയത്. അപ്പോൾ ഈ നിലയ്ക്ക് പക്ഷെ അന്നൊന്നും ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കാത്തത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സിനിമയുടെ ശക്തി ഉപയോഗിച്ചാണ് അദ്ദേഹം ഇപ്പോൾ അവതരിപ്പിച്ചത്. അത് വേണം താനും. കാരണം RSSകാരുടെ ഒരു മടയായി നമുക്കറിയാം. ചുമന്ന മുണ്ടെടുത്തതിന് ഓടിച്ച് നടുവൊടിച്ച നാടാണ്. അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഒരു ഷർട്ടിടാതെ, സാധാരണ അഭിനേതാക്കൾക്ക് പേടിയാണ്, ഒരു ആസിഡ് വന്ന് വീണാൽ മുഖം പോയാൽ തീർന്നില്ലേ, എങ്ങനെ ഞാൻ ഇനി അഭിനയിക്കും. അവിടെ വസ്ത്രമില്ലാതെ അദ്ദേഹം അവിടെ അർത്ഥനഗ്നനായി നിന്ന് അവിടെ അഭിനയിക്കുമ്പോൾ ഒരു അടിയെ പേടിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വെച്ച് നീട്ടാവുന്ന അവാർഡുകൾ മാറിപ്പോകുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥാനങ്ങൾ മാറിപ്പോകുമെന്നോ ഒന്നും ഭയപ്പെടാതെ ആ സമയത്ത് നാടിൻ്റെ നന്മ മാത്രം ആലോചിച്ചുകൊണ്ട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ജീവസുറ്റ ഒരു ആത്മാവ്, മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു നന്മ നമ്മുടെ ഇടയിൽ, അത് കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ആ കലയുടെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആ വേദനയാണ് കലയാക്കി മാറ്റുന്നത്. അങ്ങനെ പ്രതികരിച്ച അലൻസിയർ നാടിൻ്റെ അഭിമാനമായിട്ട് തന്നെ വിചാരിക്കുന്നു. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്കും. ഇപ്പോൾ കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനം ടെലിഫോൺ ലൈനിലുണ്ട്. ഏച്ചിക്കാനം, പല നിലയ്ക്ക് വിമർശന വിധേയരാകാറുണ്ട് കലാകാരന്മാർ, എഴുത്തുകാർ. താങ്കൾ ഏറ്റവും ഒടുവിൽ താങ്കളുടേതായി പ്രസിദ്ധീകരിച്ച ചെറുകഥ ബിരിയാണിയും ആ നിലയിൽ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് വിമർശന വിധേയമായതാണ്. ഇത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ അലൻസിയർ എന്ന് താങ്കൾക്ക് സുപരിചിതനായൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഒറ്റയാൻ പ്രകടനം, അതിൻ്റെ ഒരു സർഗാത്മക രൂപമൊക്കെയുണ്ട്. ഉയരുന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും പലയിടങ്ങളിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്ന, മലയാളി പ്രതീക്ഷിക്കുന്ന പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പിന്തുണയുടെയും സ്വരം കേൾക്കാത്ത ഒരു ഘട്ടത്തിൽ എന്തിനു വേണ്ടിയാണ് കലാകാരന്മാരെ കൊണ്ട് എന്താണ് സമൂഹത്തിന് പ്രയോജനം എന്ന് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ലേ അലൻസിയർ സൃഷ്ടിച്ചെടുത്തത്? അതെ, കാരണം ഇനിയുള്ള കാലത്ത് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് എൻ്റെ ഒരു പ്രശ്നം വന്നപ്പോഴും ഇതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നോ ഒരു പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തില് ഒരിക്കലും ഒരു കലാകാരന് ഒരു 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 എന്താ പറയാ ഇതുപോലത്തെ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിൻബലമോ അതൊന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ എപ്പോഴും ഏതൊരു കാലഘട്ടത്തിൽ നമ്മളത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾക്ക് നമ്മുടേതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വലിയ കാര്യം. അതാണിപ്പോ നമ്മുടെ. പക്ഷെ അത് തുരുത്തുകളാവാൻ പാടില്ലല്ലോ സന്തോഷ് ഏച്ചിക്കാനം, അത് തുരുത്തുകളാകാൻ പാടില്ല. അങ്ങനെയായാൽ കൂടുതൽ ദുർബലമാകും. പിന്തുണ, ധാർമ്മികവും മാനസികവും ഒക്കെയായ രാഷ്ട്രീയമായും ഒക്കെയുള്ള പിന്തുണകളാണ് കലാകാരന്മാരെ മുന്നോട്ട് നയിക്കുക. പിന്തുണകൾ ഇല്ലെങ്കിൽ തന്നെയും പിന്തുണകൾ ഉണ്ടോ എന്ന് കലാകാരൻ ചിന്തിക്കേണ്ട കാര്യമില്ല. അവന്റേതായ ഉത്തരവാദിത്തങ്ങൾ അവൻ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇപ്പോ അലൻസിയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഇതൊരു വലിയൊരു അമിതമായ ഒരു ദേശീയത എന്ന് പറയുന്ന ഒരു ജനതയുടെ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണെന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നത്തെ ഒരു സംഘപരിവാറുകാർക്ക് ഇതുപോലെ തന്നെ തലക്ക് വെളിവില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ ഇത്തരത്തിലുള്ള തലക്ക് അവർക്ക് എന്താണ് ഇന്ത്യൻ ദേശീയയുടെ ആത്മസത്തയെ കുറിച്ചിട്ടോ ജനാധിപത്യത്തിന്റെ ആദർശങ്ങളെ കുറിച്ചിട്ടോ അവർക്കറിയില്ല. അവർ ഈ MT വാസുദേവനായരെപ്പോലുള്ള മഹാന്മാരായ എഴുത്തുകാര് ഒരു ഒന്ന് പ്രതികരിക്കുമ്പോൾ അവരുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവർ പറയും അവർക്ക് എക്കണോമിക്സ് അറിയില്ല എന്ന് പറയുന്നു. കമലിനെ പോലുള്ള ചരിത്രകാരന്മാരെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തണം എന്ന് അവർ പറയുന്നു. അമീർ ഖാനോടും അതുപോലെ തന്നെ ഷാറൂഖ് ഖാനോടും അവർ നേരത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞു.
ഭക്തിയുടെ കാപട്യത്തെ കുറിച്ച് പറയുന്ന PK പോലുള്ള പടങ്ങൾ അവർ തടയുകയും അവര് ഇതിനെതിരെ കല്ലെറിയുകയും ചെയ്തു. ശരി. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു തരത്തിലുള്ള മതഭ്രാന്തിന് കൊടുത്ത ശക്തമായ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും അലൻസിയറിന്റെ ഈ ഒറ്റ തീർച്ചയായും സന്തോഷ് ശശികാരൻ പറഞ്ഞ നേരത്തെ ആഷിഖബുവും സൂചിപ്പിച്ചതാണ്, ശക്തമായൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ശ്രീ ആഷിഖബു, അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കാര്യം കൂടി, നേരത്തെ സിവിക് ചന്ദ്രൻ സൂചിപ്പിച്ച പോലെ അവാർഡ് വാപ്പസി പോലെയുള്ള വലിയ പ്രതിരോധങ്ങൾ ദേശീയ തലത്തിൽ തന്നെ എഴുത്തുകാർ നടത്തി. അതിനോട് യോജിക്കാത്തവരും അതിനോട് നിശബ്ദരായി നിന്നവർ അന്നുമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു പശ്ചാത്തലത്തിൽ ഇത്ര വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന, ഒരുപാട് നാളായി ചർച്ച ചെയ്യുന്ന സാമൂഹ്യപരമായ അപകടകരമായ പ്രവണതകളുടെ കാലത്ത് ഇത്ര വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് എവിടെ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇത് ചന്ദ്രേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം അവാർഡ് വാപ്പസി തുടങ്ങി ഒരുപാട് എഴുത്തുകാരാണ് ഇതിനെതിരെ ഇതിന്റെ സീരിയസ്നെസ് ആദ്യം മനസ്സിലാക്കുകയും മുന്നോട്ട് വരികയും ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഇത് എഴുത്തുകാരെ പോലെയല്ല, ഇന്ന് നൂറ്റാണ്ടിന്റെ കലയായ സിനിമ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർക്കാണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഇവിടെ കിട്ടുന്നത്. അവർ എന്തെങ്കിലും ചെയ്താലാണ് വാർത്തയാവുന്നത്. ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ കയ്യിലാണ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സംഗതികളുടെ പവർ കൂടുതലുള്ളത്. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഷിഖബു, ആ പവർ ഉപയോഗിക്കുന്നത് എത്ര പേരുണ്ട്, എത്ര പേർ ഉൾവലിയുന്നുണ്ട്, എത്ര പേർ പിന്മാറുന്നുണ്ട്, എത്ര പേർ മൗനത്തിൽ ഒളിക്കുന്നുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇപ്പോൾ നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ല. ശ്രീ മോഹൻലാൽ ഈ അടുത്ത കാലത്ത് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ കമലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പറഞ്ഞത് വ്യക്തികൾക്ക് പലതും നേരിടേണ്ടി വരും, അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം, അങ്ങനെ അനുഭവിച്ച് തീരട്ടെ എന്ന് പറയുന്നു. അല്ലെങ്കിൽ MT യെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയാനാണ് എന്ന നിലയിലാണോ എന്ന വലിയ ചോദ്യം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ. താങ്കൾക്കടക്കം അതുപോലെ തന്നെ ശ്രീ മമ്മൂട്ടി, നേരത്തെ ശ്രീ സിവിക് ചന്ദ്രൻ നേരിട്ട് ചോദിച്ചൊരു ചോദ്യം മമ്മൂട്ടിയെക്കുറിച്ചുണ്ട്. ഇത്തരം പ്രതിരോധങ്ങൾ, ഇത്തരം പിന്തുണകൾ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഇത്തരം പ്രശ്നങ്ങൾക്ക് നടുവിൽ പിന്തുണ നൽകാൻ മുൻപിൽ നിൽക്കേണ്ടവർ നിന്നില്ല എങ്കിൽ എന്താണ് അവസ്ഥ? അതിന് ബാക്കിയുള്ള ആൾക്കാരെ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള പോംവഴി. കാരണം നമുക്ക് ഒരിക്കലും ഇവർക്ക് ഈ നമ്മളുടെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള രണ്ടുപേരുടെയും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അവർ പല ഘട്ടങ്ങളിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു. കൈരളി TVയുടെ ചെയർമാനായിട്ടാണ് മമ്മൂക്ക ഇരിക്കുന്നത്. ലാലേട്ടൻ പതിവായിട്ട് സ്വന്തം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ സ്റ്റാൻഡുകളെ പറ്റി ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല. അല്ല, അവരുടെ സ്റ്റാൻഡുകളെ കുറിച്ചല്ല, തീർച്ചയായും അവർ മാനിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളിൽ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാകാം, വിമർശിക്കാനും അവകാശമുണ്ട്, അഭിപ്രായം പറയാനും അവകാശമുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന അപായകരമായ ഒരു സാഹചര്യം വരുമ്പോൾ, അലൻസിയറൊക്കെ ഇങ്ങനെ ഒറ്റയാൻ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കൂടി ഒരു പിന്തുണയും ഇടപെടലും സ്വാഭാവികമായും ആഷിഖബുവിനെ പോലെയൊക്കെ ഇടപെടുന്ന ആളുകൾ ആഗ്രഹിച്ചിട്ടില്ലേ? മിനിമം തുറന്നു പറഞ്ഞാൽ. അല്ല, തീർച്ചയായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഇത്തരം രാജ്യം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എത്രയും ജനശ്രദ്ധ കൊണ്ടുവരുവാൻ ഈ വിഷയങ്ങളിലേക്ക് പറ്റുമോ, ഇതിന്റെ അപകടം എത്രമാത്രം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ, ഈ ഹെയ്റ്റ് സ്റ്റോറി നിർത്താൻ, നമ്മൾ ആൾക്കാരെ വെറുക്കുക എന്ന് പറയുന്ന ഒരു തിയറിയിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ പൊതുജന അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റും. തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരിയാണ്, നമ്മൾക്ക് ആഗ്രഹിക്കാനേ പറ്റൂ, നമ്മൾക്ക് ആരെയും നിർബന്ധിക്കാനാവില്ലല്ലോ. ഞാൻ മടങ്ങി വരാം. ഡോക്ടർ ബിജു, നേരത്തെ ശ്രീ സിവിക് ചന്ദ്രൻ പറഞ്ഞത് പേരെടുത്ത് തന്നെ ശ്രീ മമ്മൂട്ടിയെക്കുറിച്ചും ശ്രീ മോഹൻലാലിനെ കുറിച്ചും അവരെടുക്കുന്ന നിലപാടുകളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഇവിടെ ആളുകളിൽ ഈ വിദ്വേഷത്തിൻ്റെ വിത്തുപാകുന്ന സാഹചര്യത്തെ നിരാകരിക്കാൻ ഒരു സമൂഹത്തെ പഠിപ്പിക്കാൻ കഴിയുന്നവരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. അവരും കൂടി ഇത്തരം ഒരു മുന്നണിയുടെ മുൻനിരയിലുണ്ടായാൽ കുറെ കൂടി ശക്തമായ ഒരു പൊതുസമൂഹം രൂപപ്പെടില്ല ഇത്തരം കാര്യങ്ങളിൽ. അല്ലെങ്കിൽ വാ തുറന്ന് എന്തും പറഞ്ഞു കളയാം എന്ന നിലയിൽ ഒരു ചർച്ചയ്ക്കോ മാധ്യമ പരിരക്ഷയ്ക്കോ അല്ലെങ്കിൽ ശ്രദ്ധയ്ക്കോ വേണ്ടി എന്തും പറഞ്ഞു കളയാം എന്ന അവസ്ഥയ്ക്കൊരു തടയിടാൻ നമ്മൾക്കാവില്ലേ? പക്ഷേ അതിന് അവരാരും നിൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം. നേരത്തെ കഥാപാത്രങ്ങളോടായിരുന്നു ഇത്തരം വിദ്വേഷം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരോട് തന്നെ, വ്യക്തികളോട് തന്നെ ഇത്തരം വിദ്വേഷത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. അത് സിനിമാപരമായി നോക്കിയാലും കഥാപാത്രങ്ങൾക്കപ്പുറം വ്യക്തികളിലേക്ക് കൂടി ഈ വിദ്വേഷത്തിൻ്റെ ഇടപെടൽ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഡോക്ടർ ബിജു? തീർച്ചയായിട്ടും അത് നമ്മൾ സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം
ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ കലാകാരന്മാരെന്ന ഏറ്റവും മുൻപന്തിയിൽ അംഗീകരിക്കപ്പെടുന്നത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ്. മറ്റുള്ള കലാരൂപങ്ങളിലുള്ള ആളുകളെ സിനിമയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ അത്രയും ഒരു ജനസ്വീകാര്യത നമ്മൾ കൊടുക്കുന്നില്ല. അതൊരു അപകടകരമായ കാര്യമാണ് എന്നുള്ളത് മറ്റൊരു വശം. എങ്കിൽ പോലും സിനിമയിൽ പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും വലിയ കലാകാരന്മാരായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. അവരെ ഏത് തരത്തിലുള്ള സാംസ്കാരിക പ്രക്രിയയിൽ ഏർപ്പെടുന്നു, അവരുടെ സിനിമകൾ എത്തരത്തിലുള്ള സാംസ്കാരികമാണ് എന്നുള്ളതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് അവരെ നമ്മൾ കലാകാരന്മാരായിട്ട് അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ, മനുഷ്യൻ്റെ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ അതിൽ വളരെ സജീവമായി ഇടപെടുകയും അഭിപ്രായങ്ങൾ അതൊരു പക്ഷേ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് ഒരു മനുഷ്യൻ്റെ പക്ഷത്ത് നിന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു മണ്ണിൽ ചവിട്ടി നിന്ന് തന്നെ അത്തരം അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കലാകാരന്മാർ എന്ന ഒരു പട്ടം എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ചേർത്ത് കിട്ടിയിരിക്കുന്നത് സിനിമയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കലാരൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യനോടും മണ്ണിനോടും ഒക്കെ ഉള്ളൊരു ബാധ്യതയുണ്ട്, ഒരു സാമൂഹിക ബാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് വളരെ നിരുത്തരവാദപരമായ ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അവർ നിറവേറ്റിയിട്ടില്ല എന്നുള്ളത് കുറ്റകരമായ, ഒരു പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ കുറ്റകരമായ ഒരു ഇടമായി മാറും. പക്ഷേ എനിക്കതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം ആദ്യമേ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ സിനിമകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഒരുപക്ഷെ കലയെ മാറ്റിവെച്ച് വളരെ അസാംസ്കാരികമായ ഇടങ്ങളിൽ, വളരെ സ്ത്രീവിരുദ്ധമായ ഇടങ്ങളിൽ, വളരെ സാമൂഹികമായിട്ടും വംശീയമായിട്ടുമൊക്കെ വളരെ മോശകരമായ ഇടങ്ങളിലുള്ള അത്തരത്തിൽ പ്രമേയങ്ങൾ ഉൾപ്പെടുന്നുള്ള സിനിമകളിൽ നിരന്തരം ഇടപെടുമ്പോൾ ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളോടൊക്കെ ജീവിതത്തിലും തിരിഞ്ഞു നിൽക്കാൻ അവരെ അത് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ ഒരു മനസ്സിലാവുന്നത്. പക്ഷേ അത് വളരെ കുറ്റകരമായ ഒരു അനാസ്ഥ തന്നെയാണ്. ശ്രീ സിവിക് ചന്ദ്രൻ, നേരത്തെ ഇത്തരം പ്രതിരോധങ്ങൾ തീർത്ത ദേശീയ തലത്തിലെ നമ്മുടെ മുൻ മാതൃകകളെക്കുറിച്ചൊക്കെ താങ്കൾ സൂചിപ്പിച്ചു. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര ലോകത്തെ പലരും പ്രതികരിക്കാത്തതിലൊന്നും ഒരു അത്ഭുതവുമില്ല. ചില വ്യക്തികളിലേക്കല്ല ഒരു നിലയ്ക്കും ഇത് പോകുന്നത്. സമൂഹത്തിലെ ഏത് അപായകരമായ പ്രവണതകളോടും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും പ്രതികരിക്കുകയും മുൻപിൽ നിൽക്കുകയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ കൊടിയുടെയോ നിറത്തിനപ്പുറം ഉണ്ടാവണം എന്ന ഒരു പൊതുധാരണയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയും ഇതിലെ ഓരോ നിലപാടുകളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുന്നു. ശ്രീ സിവിക് ചന്ദ്രൻ, ഇത് പറയുമ്പോൾ കലയ്ക്ക് വേണ്ടി മാത്രമാണോ? അതൊരു പഴയ തർക്കത്തിൻ്റെ പ്രശ്നമാണ്. വീണ്ടും ആ ചോദ്യം, കലാപ്രകടനം എന്നത് തൊഴിൽ മാത്രമാണോ? കോടികൾ വാരാനുള്ള ഒരു ഉപകരണം മാത്രമായി അത് പരിമിതപ്പെടാമോ? നേരത്തെ സക്രിയ ചോദിച്ച പോലെ ബുദ്ധിജീവികളെ കൊണ്ട് എന്തു പ്രയോജനം എന്ന് ചോദിച്ചതുപോലെ തന്നെ കലാകാരന്മാരെ കൊണ്ട് ഒരു സമൂഹത്തിന് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കാൻ തുനിഞ്ഞാൽ തെറ്റു പറയാനാവില്ലല്ലോ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കലാകാരൻ്റെ പ്രതികരണങ്ങൾ വൈവിധ്യമുള്ളതാണ്, ബഹുതയുള്ളതാണ്, വ്യത്യസ്തമാണ്. കലാകാരന് അത്തരത്തിൽ ഒരു കലാകാരൻ തൻ്റെ സാമൂഹ്യ പ്രതികരണം, സാമൂഹ്യ പ്രതിബദ്ധത വ്യത്യസ്തമായ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് നമ്മൾ അംഗീകരിക്കണം. അതൊന്ന്. ഇപ്പോൾ കാസർഗോട്ടെ ഉള്ള ഒറ്റയാൾ പ്രകടനത്തിൻ്റെ അതേ സമയത്ത് ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇന്നലെ കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന കമലിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പരിപാടി. ആ പരിപാടിയിൽ ആഷിഖ് ഉണ്ടായിരുന്നു, റീമ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സജിതയുടെ മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. സജിത മഠത്തിൽ നോർത്ത് ഈസ്റ്റിൽ നാടകം അവതരിപ്പിക്കാൻ പോയപ്പോൾ അവിടെ ആക്സിഡൻറ്റിനെ തുടർന്ന് ഏതാണ്ട് വീൽ ചെയറിലാണ് അവർ കൊടുങ്ങല്ലൂർ എത്തിയത്. അവർക്ക് സ്റ്റേജിൽ കയറാൻ കഴിയാത്തത് കൊണ്ട് സദസ്സിൻ്റെ മുൻനിരയിലിരുന്നാണ് സജിത ഞാൻ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ജോയ് മാത്യു തുടർച്ചയായിട്ട് പൊതുകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതിനെ ഒറ്റയ്ക്ക്, അതായത് കലാകാരൻ്റെ ഏക പ്രതികരണ വിധമാണ് എന്ന അർത്ഥത്തിൽ സോഷ്യൽ മീഡിയ അതിനെ ഐഡലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ അല്ല, യഥാർത്ഥത്തിൽ അരുൺ ഷെയറാണ് സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലുള്ള ഒരു അതിശയോക്തി വൽക്കരണം, ഒരു ഏകപക്ഷീയത ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. കലാകാരന്മാർ ഓരോരുത്തരും മോഹൻലാലിൻ്റെ രീതിയിലും മമ്മൂട്ടി മൗനത്തിലൂടെയും ആഷിഖ് തൻ്റെ സിനിമകളെ വ്യത്യസ്തമാക്കിയും വളരെ ധീരമായി വ്യത്യസ്തമായ വിഷയങ്ങളെടുത്ത് റീമയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോയ് മാത്യു കാലാകാലങ്ങളിലുള്ള പ്രതികരണത്തിലൂടെയും, ഇപ്പോൾ അനൂപ് ചന്ദ്രനെ പോലുള്ള കലാകാരന്മാർ, ഇന്നലെ സജിത ധീരമായി കൂടെ നിന്നു. ഈ രീതിയിലുള്ള ഈ കലാകാരൻ്റെ വ്യത്യസ്തമായ പ്രതികരണങ്ങളെ വ്യത്യസ്തമായി തന്നെ കാണാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഒരു വശം. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ
ഈ പ്രതികരണത്തിൻ്റെ ഒരു ഹോൾസെയിൽ വ്യാപാരികളല്ല എഴുത്തുകാരും കലാകാരന്മാരും എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരു ഡോക്ടർക്ക്, ഒരു എഞ്ചിനീയർക്ക്, ഒരു പ്രൊഫസർക്ക്, ഒരു രാഷ്ട്രീയക്കാരന്, ഒരു സാമൂഹ്യ പ്രവർത്തകന്, ഇവർക്കെല്ലാം സാമൂഹ്യ ബാധ്യതയുണ്ട്. ഇത് കലാകാരനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ലല്ലോ ഫാസിസം വരുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഡോക്ടർ എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ സിവിക് ചന്ദ്രൻ, താങ്കൾ ആദ്യം പറഞ്ഞ എഴുത്തുകാരന്റെ മൗലികമായ പ്രതിരോധത്തിന്റെ ഒരു വലിയ തലത്തെയാണ് ആദ്യം സൂചിപ്പിച്ചത്, അവാർഡ് വാപ്പസി. അത് ഏതെങ്കിലും ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ എടുക്കുന്ന സാമൂഹിക ഉത്തരവാദിത്വത്തിനുമൊക്കെ അപ്പുറമാണ്. ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന എഴുത്തുകാരനും കലാകാരനും സമൂഹവും വ്യക്തിയും നൽകുന്നത് മറ്റൊരു വലിയ തലമാണ്. അവരെ ഒരു തരത്തിലും താങ്കൾ പറഞ്ഞ ഒരു താരതമ്യവും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം ചരിത്രപരമായ മുന്നേറ്റങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളുകളാണ് എഴുത്തുകാരും കലാകാരന്മാരും എന്നാണ് എൻ്റെ ഒരു വിചാരം. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അല്ല, ഒരു മാധ്യമപ്രവർത്തകൻ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിൻവാങ്ങി കലാകാരൻ അത് ചെയ്യട്ടെ, അതിനെയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഡോക്ടർ, തനിക്കൊരു ഉത്തരവാദിത്വമൊന്നുമില്ല ഫാസിസത്തെ ചെറുക്കുന്നതിൽ എന്ന അർത്ഥത്തിൽ ഇതെല്ലാം കലാകാരൻ്റെ ഞാൻ സൂചിപ്പിക്കുന്നത് പങ്കാളിത്തത്തെക്കുറിച്ചല്ല ശ്രീ സിവിക് ചന്ദ്രൻ, ഞാൻ സൂചിപ്പിക്കുന്നത് പങ്കാളിത്തത്തെക്കുറിച്ചല്ല, നേതൃപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ഈ താങ്കൾ താരതമ്യം ചെയ്ത ഒരു മേഖലയിലും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കടക്കം നിന്നും ഈ പറഞ്ഞ മേഖലകൾക്ക് അപ്പുറത്തേക്കുള്ളൊരു വലിയ തലവും നേതൃപരമായ ഉത്തരവാദിത്വവും നമ്മൾ ചർച്ച ചെയ്യുന്ന മേഖലയിൽപ്പെട്ടവർക്കുണ്ട്. സ്വാഭാവികമല്ലേ അത്? കലാകാരനേക്കാൾ വലിയ നേതൃത്വപരമായ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയക്കാർക്കുള്ളത്, സാമൂഹ്യ പ്രവർത്തകർക്കുള്ളത്. ശ്രീമതി പാർവതി, തീർച്ചയായും അവർക്ക് നമ്മളൊരു ആനുകൂല്യം രാഷ്ട്രീയക്കാർക്ക് അതുകൊണ്ട് തന്നെ കൊടുക്കാറുമില്ല. രാഷ്ട്രീയക്കാർ കുറെ കൂടി നിശിതമായ നിരീക്ഷണത്തിനും വിമർശനത്തിനും വിചാരണയ്ക്കും വിധേയരാണ് താനും. ശ്രീമതി പാർവതി, ഈ വൈവിധ്യങ്ങളുണ്ട് പ്രതികരണങ്ങൾക്ക്, സ്വാഭാവികമാണ്. ആരെങ്കിലും ഒന്നോ രണ്ടോ പേരില്ല എന്ന നിലയിലല്ല എന്ന് വീണ്ടും ആവർത്തിക്കട്ടെ. പക്ഷേ ഈ വൈവിധ്യങ്ങൾ പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും ഉള്ളപ്പോൾ തന്നെ താങ്കളുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഈ പ്രശ്നങ്ങളുടെ ആഘാതത്തിനനുസരിച്ചുള്ള ഒരു വലിപ്പം ആ പ്രതിഷേധത്തിനുണ്ടാവുന്നുണ്ടോ? ശരത്തെ, ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിക്കൊണ്ട് മെറിൽ സ്ട്രീപ്പ് നടത്തിയ പ്രസംഗം ലോകത്തെ മുഴുവൻ ഒരു നിമിഷം പിടിച്ചു കുരുക്കി. അതൊരു കലാകാരിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രതിഷേധമാണ്. അവരുടെ പ്രസിഡന്റ്, ആ പേര് പോലും പറയാതെ ഏറ്റവും ഉന്നതനായ ഓഫീസിലിരിക്കുന്ന ഒരാൾ അവിടെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറിനെ ഇമിറ്റേറ്റ് ചെയ്തതിനെക്കുറിച്ച്, അവരുടെ നെഞ്ച് പൊട്ടിയതിനെക്കുറിച്ച് അവർക്ക് അതുകൊണ്ട് പ്രതികരിക്കാൻ കഴിയാതിരിക്കാൻ, അവർ ആ വേദനയെ കലയാക്കി മാറ്റുകയല്ലാതെ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ലെന്നും, അവിടെ ഈ തരം ഫാസിസ്റ്റ് ശക്തികൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതിനെ തുറന്നെഴുതാൻ കഴിയുന്ന പ്രസ്സിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടത്തിയ ആഹ്വാനം ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ഇന്നൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഒരു മെറിൽ സ്ട്രീപ്പ് ബോളിവുഡിൽ ഉണ്ടാവാത്തത് എന്ന്. അപ്പോൾ ആ ദുഃഖത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചു, നമുക്ക് എന്തുകൊണ്ടാണ് ഒരു മെറിൽ സ്ട്രീപ്പ് ഉണ്ടാവാത്തത്, നമുക്ക് എന്തുകൊണ്ടാണ് ഇതുപോലൊരു കലാകാരൻ പറയാനുണ്ടാവാത്തത്. എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ ദേവനെ പോലെ നമ്മൾ ആരാധിക്കുന്ന ഇത്രയും മേലെ തട്ടിൽ നിൽക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് എന്തുകൊണ്ടൊരു മെറിൽ സ്ട്രീപ്പ് ആവുന്നില്ല, എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ശക്തിയാവാൻ കഴിയുന്നില്ല എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് അലൻസിയർ, ആ സാഹചര്യത്തിലാണ് അലൻസിയർ ഇങ്ങനെ ഒരു പ്രകടനം നടത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ വൈകാരികമായി ആ പ്രകടനത്തിനോട് ഇത്രയും ചേർന്ന് നിന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിനൊരു നമ്മൾ ഒത്തിരി ഒരു വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്തിന് അങ്ങനെ ഒരു മെറിൽ സ്ട്രീപ്പിനെ ഒരുപാട് പേര് അത് കണക്ട് ചെയ്ത് എഴുതുകയും ചെയ്തു ആ സ്റ്റോറി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ട്രംപ് എന്നവിടെ നമ്മൾ പറയുന്നതിനോട് തത്തുല്യമായ നേതൃനിര നമ്മളെ വരികയും നമ്മളെ ഇങ്ങനെ ഒരു ധൂമകേതു പോലെ നമ്മളെ ഇരുളടച്ചുകൊണ്ട് ഓരോ നിമിഷവും ഒരു വലിയൊരു സ്റ്റീലിൻ്റെയോ മറ്റേ ഒരു വലിയ ഒരു രാജ്യം നമ്മുടെ സ്വന്തം കൊച്ചു നാടിൻ്റെ മേളിൽ ഉയരുന്നത് പോലെ ഒരു വലിയ സാമ്രാജ്യം മുകളിൽ കെട്ടിയുണ്ടാക്കാൻ നോക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ലോകമില്ല, നമ്മുടെ സൂര്യനെയും എല്ലാം മറച്ചു കളയുന്ന തരത്തിൽ മറ്റെന്തോ ഒരു വിപ്ലവം നടത്തിക്കൊണ്ട് വേറെ ആർക്കൊക്കെയോ വേണ്ടി സാമ്രാജ്യം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. സാധാരണക്കാരന് ദാരിദ്ര്യം, വെള്ളമില്ല, ആഹാരമില്ല, ഭക്ഷണമില്ല, അതൊക്കെ കണ്ട് ചിരിച്ച് നിങ്ങൾ ഡിജിറ്റൽ പൈസ കൊടുത്തോളൂ എന്ന് പറയുന്ന ആരും നമുക്ക് പ്രതികരിക്കാൻ ഒരിടവും ഇല്ല, ശബ്ദമില്ല, നമ്മുടെ ശബ്ദം അതിന് കേൾക്കുന്നില്ല, നമുക്ക് പറയാൻ ആരുമില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ അടഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നടത്തുന്ന ഈ അർത്ഥതജ്ഞനായ ആ വേഷം പോലും നമ്മളെ സന്തോഷിപ്പിക്കും
യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ ഞാൻ അതാണ് പറഞ്ഞത്, അങ്ങനെ ചെയ്യാൻ ആ ഒരു തരത്തിലുള്ള പ്രതിഷേധം നടത്താൻ അദ്ദേഹത്തിൻ്റെ ട്രഡീഷന് മാത്രമേ കഴിയുള്ളൂ. അത് ഒരു ദിവസം നമുക്കൊരു തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്നോടും ഇന്ന് അദ്ദേഹം ടെലിഫോണിൽ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് ഈ പ്രതിഷേധങ്ങൾ ഒരു തുടർച്ചയാണ്. നേരത്തെ ശ്രീമതി പാർവതി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ സിനിമാ നടനായതുകൊണ്ട് തന്നെ ഞാൻ ആ സാഹചര്യങ്ങൾ ഉപയോഗിച്ചു, മാധ്യമങ്ങളെ അറിയിച്ചു, ജനങ്ങളെ കൂട്ടി എൻ്റെ പ്രതിഷേധത്തെ അറിയിച്ചു. മുൻപ് ഞാൻ ചെയ്യുമ്പോൾ, എൻ്റെ നാട്ടിൽ ചെയ്യുമ്പോൾ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരൊറ്റ വരി കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇതേ സമയം ഇത് പാളിപ്പോയിരുന്നെങ്കിൽ ഇങ്ങനെ പറയൂ ആൾക്കാർ, ഇയാൾക്ക് വല്ല കാര്യമുണ്ടോ BP ഒതുക്കൊണ്ട് തുണിയില്ലാതെ അവിടെ പോയി ആടാൻ, ഇവരെല്ലാവരും കൂടെ അടിച്ചു കൊല്ലുമായിരുന്നല്ലോ, ഇയാൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞേനെ. അതൊന്നും അദ്ദേഹം അപകടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അവിടെ ആ ജനതയെയും നമ്മൾ മാനിക്കണം. കാരണം ഇത്ര വലിയ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധ പ്രകടനത്തെ സ്വീകരിക്കാൻ അവിടെ ഒത്തുകൂടിയ രാഷ്ട്രീയമായി സ്വാഭാവികമായും ഇതിനോട് വിയോജിപ്പുള്ളവരും ഒക്കെ അവിടെ ഉണ്ടാകുമല്ലോ. അവരുമൊക്കെ ജനാധിപത്യ ബോധത്തോടുകൂടി ആ കലാകാരൻ്റെ പ്രതിഷേധത്തെ, ഒറ്റയാൻ പ്രതിരോധത്തെ ഉൾക്കൊള്ളുകയാണ് ഉണ്ടായത്. അതും കേരളീയ സമൂഹത്തിൻ്റെ ഉന്നതമായ ഒരു വലിയ ലക്ഷണവും സൂചനയും തന്നെയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ അത് മറ്റൊരു നിലയ്ക്കുള്ള വലിയൊരു ആഘാതമായി കേരളത്തിന് മാറുമായിരുന്നു. ഗാനരചയിതാവ്, പ്രമുഖ എഴുത്തുകാരൻ ശ്രീ റഫീഖ് അഹമ്മദ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അലൻസിയറിൻ്റെ കാര്യം ഞാൻ ഒന്നും ആവർത്തിക്കുന്നില്ല, എല്ലാവർക്കും മനസ്സിലായതാണ്. കമാൽ സി ചവറ എന്ന എഴുത്തുകാരൻ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു, എഴുത്ത് നിർത്തുകയാണ്. പെരുമാൾ മുരുകനെ പോലെ എഴുതി ഇപ്പോൾ കെണിയിലകപ്പെട്ടു പോയ പുസ്തകം കത്തിക്കാൻ പോകുന്നു. പോലീസും ഭരണകൂടവും പറഞ്ഞ നദീർ ഒരു തരത്തിലും തെളിവില്ല, പിടിക്കപ്പെട്ടത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ വെറുതെ വിട്ടയച്ച സാഹചര്യം, അതെല്ലാമുണ്ട്. ഇത്തരത്തിൽ വീണ്ടും പ്രതിയാക്കപ്പെടുന്ന, തെളിവുണ്ട് എന്ന് പറഞ്ഞു നീങ്ങുന്ന മറ്റൊരു സാഹചര്യം, ഇത്തരത്തിലേക്കൊക്കെയുള്ള നിരവധി കേസുകൾ വരുന്നു. ഇപ്പോൾ നദീറിൻ്റെ കാര്യത്തിൽ ഷഹബാസ് അമനാണ് ഫേസ്ബുക്കിൽ വളരെ ആശങ്കയോടെ നദീറിൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രതികരിച്ചത്. അലൻസിയർ സമാനമായി തന്നെ ഒരു പൊതുവായ വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നു. പല മേഖലകളിലൂടെ പ്രതിഷേധിക്കുമ്പോൾ പോലും പ്രതിഷേധം എന്നതും കലാകാരന്മാരുടെ ദൗത്യവും ഉത്തരവാദിത്വവും കാലം കൂടുതലായി ആവശ്യപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണോ ശ്രീ റഫീഖ് അഹമ്മദ്? ഒരു സംശയമില്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. വളരെ വളരെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അങ്ങേയറ്റത്തെ ഏറ്റവും ജീർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനൊന്നും ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും. കാരണം എൻ്റെ ഒരു എൻ്റെ ചിന്തയിലുണ്ടായിരുന്നത് വെച്ചാൽ കാലം കഴിയും തോറും ലോകം കുറെ കൂടി ഉദാരമാകുമെന്നും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വളരെ പ്രാകൃതമായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ നേരെ തിരിച്ച് ഏറ്റവും പ്രാകൃതമായിട്ടൊരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംഗതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കലാകാരന്മാരല്ലാതെ പിന്നെ ആരാണ് പ്രതികരിക്കുക? ഇത് ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ അയാളുടെ ജാതിയും മതവും നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ കമൽ എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഈ അടുത്താണ് അദ്ദേഹം കമാലുദ്ദീനാണെന്നുള്ളത് പോലും മനസ്സിലാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന് പകരം അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ നമ്മുടെ വളരെ എന്താ പറയാ മോശപ്പെട്ടതോ അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടതോ ആയിട്ടുള്ള അഭിപ്രായമായിരിക്കാം. പക്ഷെ അത് പറയുന്നത് അയാളുടെ ജാതിയോ അയാളുടെ മതമോ നോക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ആ തരത്തില് അത്രയും അശ്ലീലമായ രീതിയിൽ നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനം, ഇത്രയും പ്രബുദ്ധരാണെന്നൊക്കെ കരുതുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ പറയാൻ ആളുകൾക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായിട്ടൊരു അവസ്ഥയാണ്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ റഫീഖ് അഹമ്മദ്. ശ്രീ സിവിക് ചന്ദ്രൻ, ചർച്ച അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ജീർണ രാഷ്ട്രീയമാണ് സ്വാഭാവികമായും ഇത്തരം അവസ്ഥകളിലേക്ക് ഒരു സിവിൽ സൊസൈറ്റിയെ, പൗരസമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അത് അടിസ്ഥാനപരമായ പിശകും ആ രാഷ്ട്രീയത്തിൻ്റെ അപജയം തന്നെയാണ് എന്ന് തന്നെ ഒരു വിലയിരുത്തൽ താങ്കളെ സംബന്ധിച്ച് ഇക്കാര്യത്തിലുണ്ടോ? അതുകൊണ്ടാണല്ലോ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്, പ്രതിഷേധ കുറവുണ്ട് എന്ന് ചിലരെങ്കിലും പറയുന്നത്. അതേക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തിൻ്റെ ജീർണത അതല്ലേ തിരുത്തപ്പെടേണ്ടത്? അതായത് കേരളം അത്യന്തം കക്ഷിരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. കേരളം ഒരു LDF മുന്നണിയായിട്ടും ഒരു UDF മുന്നണിയായിട്ടും ഇപ്പോൾ പുതിയ ഒരു രാഷ്ട്രീയ ശക്തിയായി BJPയും RSSും വരുന്ന ആ തരത്തിൽ അത്യന്തം കക്ഷിരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഈ കക്ഷിരാഷ്ട്രീയവൽക്കരണത്തിന് മേലെ ഫാസിസത്തിനെതിരായിട്ടുള്ള ഏത് ചെറിയ കൈ ഉയർത്തലുകളും ഉയർത്തിപ്പിടിക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതവസരത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു കള്ളിയിൽപ്പെട്ട് നമ്മളെ തന്നെ പരിമിതിപ്പെടുത്താനും പാടില്ല. നമുക്ക് ഫാസിസത്തിൻ്റെ വെല്ലുവിളികൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധം നിശ്ചയമായും നമ്മുടെ ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതായത്
ഇത് നമ്മൾ RSSനോ BJPയോ മാത്രം ഒറ്റ തിരിഞ്ഞ് നമ്മളെല്ലാം വിശുദ്ധരാണ്, നമ്മളാണ് ഇവർക്കെതിരായിട്ടുള്ള ഒരു വിശുദ്ധ യുദ്ധം നയിക്കാൻ പ്രാപ്തർ എന്ന അർത്ഥത്തിലല്ല ഇതിനെ കാണേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അകത്തും പുറത്തുമുള്ള ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരായി നാം പോരാടേണ്ടതുണ്ട്. തീർച്ചയായും സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു മേഖലയിലെ ഫാസിസം മാത്രമല്ല, ഏത് മേഖലയിൽ നിന്നുണ്ടാകുന്ന ഫാസിസ്റ്റ് പ്രവണതകളെ, അപായകരമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ കലാകാരന്മാരുണ്ടാവേണ്ടേ. ഇല്ലാത്ത പക്ഷം അവരെ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് പ്രയോജനം എന്നൊരു ചോദ്യം നേരിട്ട് നാളെ ഓരോ മലയാളിയും ചോദിക്കുന്നത് ഈ കലാകാരന്മാർ കേൾക്കേണ്ടി വന്നേക്കാം. ഡോക്ടർ ബിജു, അവസാനമായി താങ്കൾ മലയാള സിനിമയിൽ ഒരു അത്ഭുതവും തോന്നിയില്ല ഈ വിട്ടുനിൽക്കലുകളിൽ. പക്ഷേ അങ്ങനെ പ്രതികരിച്ച അലൻസിയറോട് നാളെ മലയാള സിനിമ എങ്ങനെ പ്രതികരിക്കും എന്നതും വളരെ ഗൗരവതരമായി ആലോചിക്കേണ്ടി വരുന്നൊരു പ്രശ്നമാവില്ലേ ഡോക്ടർ ബിജു? തീർച്ചയായിട്ടും. കാരണം തിലകൻ്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. വളരെ ശക്തമായി പ്രതികരിച്ചിരുന്ന തിലകൻ്റെ അനുഭവം നമുക്ക് മുമ്പിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലൻസിയറെ അടുത്ത സമയത്തൊക്കെ പ്രധാന താരങ്ങളുടെ മുഖ്യധാരാ സിനിമകളിൽ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ സംശയകരമാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ ചർച്ച ഉപസംഹരിക്കുമ്പോൾ നമുക്ക് പറയാവുന്നത്, ഒരു കലാകാരൻ ഒന്നുകിൽ അയാളുടെ കലാസൃഷ്ടിയിലൂടെ പ്രതികരിക്കണം, അതല്ലെങ്കിൽ ആ കലാസൃഷ്ടികളിൽ ഏർപ്പെടുമ്പോൾ തന്നെ, അദ്ദേഹത്തിൻ്റെതായ കലാസൃഷ്ടികളിൽ ഏർപ്പെടുമ്പോൾ തന്നെ അതിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തോടുണ്ട്. ഇത് കലാപരമായി ഒരു പ്രതികരണങ്ങളും നടത്താതിരിക്കുകയും അസാംസ്കാരികമായ സിനിമകളിൽ മാത്രം അഭിരമിക്കുകയും പുറത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ യാതൊരുവിധ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇവരെ ഒന്നും നമുക്ക് കലാകാരന്മാരെന്നുള്ളൊരു ഗണത്തിലേക്ക് പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് മലയാളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടത്. തീർച്ചയായും. ഏറ്റവും അവസാനം ഡോക്ടർ ബിജു പറഞ്ഞത് വളരെ തീക്ഷ്ണമായ, വളരെ രൂക്ഷമായ ഒരു വിമർശന സ്വരം തന്നെയാണ്. ദൗത്യങ്ങളും ഉത്തരവാദിത്വവും നിറവേറ്റാത്ത കലാകാരന്മാർ ആത്മപരിശോധന നടത്തണം. അവരെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഡോക്ടർ ബിജു പറഞ്ഞ പോലെ പുറത്ത് പ്രതികരിക്കുന്നവർ പോലും പ്രതികരിക്കുന്നില്ല എന്ന വിമർശനപരമായ സമീപനവും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതും മറക്കാനാകില്ല. ശ്രീമതി പാർവതി, ഈ ചർച്ച അവസാനിപ്പിക്കാം. നാളെ നമ്മൾക്ക് അലൻസിയറിന് വേണ്ടി പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം നിർഭയനായി ഇത് ചെയ്തുവെങ്കിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല, ഡോക്ടർ ബിജുവിനോട് ചോദിച്ചതുപോലെ എങ്ങനെ അദ്ദേഹത്തെ നാളെ സ്വീകരിക്കും? അദ്ദേഹത്തിനും നാളെ വിസ നൽകാൻ തയ്യാറെടുക്കുന്ന നാവുകൾ ഉണ്ടായിക്കൂടെ? അലൻസിയർ ഇതൊന്നും വിഷയമല്ലല്ലോ, അതുകൊണ്ടാണല്ലോ അലൻസിയർ ഇത് നിർഭയം ചെയ്തത്. അങ്ങനെയൊക്കെ ആലോചനയുള്ള ഒരാളെ സംബന്ധിച്ച് ഇത് ചെയ്യില്ല. നാളെ തീർച്ചയായും വ്യക്തിപരമായി അദ്ദേഹത്തിൽ അത് ബോധ്യമാണ്. പക്ഷേ സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. സമൂഹത്തിനെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. അതല്ലേ കേരളത്തിൻ്റെ ഇന്നത്തെ അപജയം. നമുക്ക് ഇന്ന് കാണുന്നവരെ രാവിലെ പത്രം എടുത്ത് വെച്ച് നോക്കിയിട്ട് ആരെയാണ് അച്ഛനെന്ന് വിളിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നവരാ. സ്വന്തം അച്ഛനെ കണ്ടാൽ ആരാണെന്ന് ചോദിക്കുമെന്ന് വിജു വർമ്മ പറഞ്ഞ ഒരു പോസ്റ്റിന് ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നു. അതാണ് ഇന്ന് നമ്മളുടെ അവസ്ഥ. കാരണം അന്ന് പത്രത്തിൽ കാണുന്നവരാണ് അന്നത്തെ ഹൈലൈറ്റ്. നാളെ അത് മറ്റൊരാളാവും, പിന്നെ അത് കഴിഞ്ഞാൽ മറന്നുപോകും. അപ്പോൾ നദീറിനെ ഇന്ന് നമ്മൾ ഓർക്കുന്നില്ല എന്ന് പറയുന്ന ഓരോ ദിവസവും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. കേരളം അങ്ങനെ ആവില്ല. കാരണം നോർത്ത് ഇന്ത്യയിൽ ഒക്കെ നടത്തി വിജയിപ്പിച്ച ഒരു വലിയ ഫോർമുലയുമായി കേരളത്തിൽ വന്നതാണ്. പക്ഷെ നമ്മൾ ഇത്രയെങ്കിലും എതിർക്കുന്നില്ലേ, നമ്മൾ ഇത്രയെങ്കിലും ഒരുമിച്ച് നിൽക്കുന്നില്ലേ? അത് നടക്കും. തീർച്ചയായിട്ടും മലയാളികളെ അതെനിക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. കേരളത്തിൻ്റെ തനത് പ്രതിരോധ രീതിശാസ്ത്രങ്ങളിൽ കലാകാരന്മാർ കൂടുതൽ ജാഗ്രതയോടുകൂടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അത്തരം വലിയ പ്രതീക്ഷകൾ, ശുഭകരമായ പ്രതീക്ഷകൾ എല്ലാവരും വെച്ചു പുലർത്തുന്നു എന്ന് തന്നെയാണ്. ജീർണ രാഷ്ട്രീയത്തിനെതിരായ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം, അതിൽ മുൻനിരയിൽ കലാകാരന്മാരുടെ സാന്നിധ്യം. വളരെയധികം ശ്രീമതി പാർവതി, ശ്രീ സിവിക് ചന്ദ്രൻ, ഡോക്ടർ ബിജു, ആഷിഖ് അബു, ഒപ്പം തന്നെ സന്തോഷ് ഏച്ചിക്കാനം, റഫീഖ് അഹമ്മദ് അടക്കം വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രതിനിധാനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ഞങ്ങളോട് അഭിപ്രായങ്ങൾ പങ്കുവച്ചതിൽ വളരെയധികം നന്ദി. ഇടവേള.